ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 15 ഇതുപോലെ നാളെ ഒരുപാട് സിനിമകൾ ഈ ആഴ്ചയിലെ സിനിമകളായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. നാളെ റിലീസ് ചെയ്യുന്ന ഭൂരിഭാഗം സിനിമകളും സ്ത്രീ കേന്ദ്രീകൃത സിനിമകളാണ് എന്നതാണ് പ്രത്യേകം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. മഞ്ജു വാര്യരുടെ 18+ സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയായിട്ട് ഫൂട്ടേജ് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നാളെ ഓഗസ്റ്റ് 23 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഹൊറർ ത്രില്ലർ സിനിമയാണ് ഭാവന നായികവേഷത്തിലെത്തുന്ന ഹണ്ട് എന്ന സിനിമ. ചിത്രം ഷാജി കൈലാസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ നിന്നും മീര ജാസ്മിൻ നായികവേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പാലും പഴവും. ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയാണ്. ചിത്രത്തിന്റെയും പ്രതികരണങ്ങൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. താനാര എന്നൊരു മലയാളം സിനിമ കൂടി നാളെ റിലീസ് ചെയ്യുന്നു. ദീപ്തി, സതീഷ്, ഷൈൻഡോം ചാക്കോ തുടങ്ങിയവരൊക്കെ സിനിമയിൽ പ്രധാന റോളുകളിലെത്തുന്നു. തമിഴിൽ നിന്നും നാളെ റിലീസ് ചെയ്യുന്നത് 2 പ്രധാനപ്പെട്ട സിനിമകളാണ്. അതിലൊന്ന് സൂരി, അന്നബെൻ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്ന കൊട്ടുകാളി എന്ന സിനിമയാണ്. ശിവകാർത്തികേയൻ നിർമ്മിക്കുന്ന സിനിമയുടെ ട്രെയിലറിന് നല്ല അഭിപ്രായങ്ങളായിരുന്നു ലഭ്യമായത്. മറ്റൊരു സിനിമ വാഴൈ എന്ന സിനിമയാണ്. മലയാളത്തിൽ നിന്നും നിഖില വിമലാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന റോളിൽ എത്തിയിരിക്കുന്നത്. മാരി സെൽവരാജ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ അടുത്തൊരു റിലീസ് സിനിമകളിൽ ഒന്നായിട്ട് മമ്മൂട്ടി ചിത്രം ആവനാഴി ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ഒട്ടനേകം സിനിമകളാണല്ലോ റിലീസിന് ഒരുങ്ങുന്നത്. ഇപ്പോഴത്തെ 4K റിമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് മമ്മൂട്ടിയുടെ IV ശശി ചിത്രം ആവനാഴി. അടുത്ത വർഷത്തോടെ സിനിമ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വർഷത്തിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമകളിൽ ഒന്നാണല്ലോ ഗുരുവായൂർ അമ്പല നടയിൽ. ചിത്രത്തിന് ശേഷം വീണ്ടും വിപിൻ ദാസ് പൃഥ്വിരാജ് കോംബോ ഒരുമിക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായതാണ്. വാഴയുടെ പ്രൊമോഷൻ വേളയിൽ വിപിൻ ദാസ് തന്നെ ഇക്കാര്യം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഈ വർഷം ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്ന സിനിമയ്ക്ക് സന്തോഷ് ട്രോഫി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഫുട്ബോളുമായി ബന്ധമില്ലാത്ത സിനിമ പൃഥ്വിരാജിന്റെ അടുത്തൊരു ലോ ബഡ്ജറ്റ് സിനിമയാണ് എന്നാണ് റിപ്പോർട്ട്. അതേസമയം പൃഥ്വിരാജിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് വരാനിരിക്കുന്ന ഖലീഫയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് 2025 ആരംഭിക്കും. ജിനു വി എബ്രഹാം ആണ് ചിത്രത്തിന്റെ തിരക്കഥ. ഒക്ടോബർ 10 തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച തമിഴിലെ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ സൂര്യയുടെ കങ്കുവ. ഇപ്പോഴത് ഒക്ടോബർ 10 നിന്നും സിനിമയുടെ അണിയറ പ്രവർത്തകർ പിന്മാറുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. തികച്ചും അൺഒഫീഷ്യൽ ആണ് എന്നത് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. കഴിഞ്ഞ ദിവസം സിനിമയുടെ 50 ദിവസങ്ങൾ കൂടി റിലീസിന് മാത്രം എന്നൊരു പോസ്റ്റർ വരാത്തത് കൊണ്ടാണ് ഈ റൂമറിന്റെ കാരണം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒക്ടോബർ 10 നിന്നും റിലീസ് മാറ്റുകയാണെങ്കിൽ പിന്നെ ഏതാണ് സിനിമയ്ക്ക് പറ്റിയ ഈ വർഷത്തിലെ മറ്റൊരു റിലീസ് തീയതി എന്നത് സംശയകരമായ ചോദ്യമാണ്. കാത്തിരിക്കൂ കങ്കുവയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.